പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് എല്ലാവർക്കും സുപ്രഭാതം. കർത്താവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന, ആശംസിക്കുകയും ചെയ്യുന്ന നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, അന്ന് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാനും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം കഴിഞ്ഞ ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അങ്ങ് മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശക വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയിലേക്ക് പോവുകയാണ്. അനുദിന അനുഗ്രഹ പ്രാർത്ഥന. നിങ്ങളൊരു കാര്യം ചെയ്യണം കേട്ടോ. അച്ഛൻ നിങ്ങളെ കുരിശ് ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും ഒരു പ്രാർത്ഥന പോലും വേസ്റ്റ് ആകത്തില്ല. ഈ പ്രാർത്ഥനയുടെ പിന്നിലെല്ലാം 61 വർഷത്തെ കർത്താവിലുള്ള വിശ്വാസ ജീവിതമുണ്ട്. അച്ഛനായതുകൊണ്ട് ഇങ്ങനെ കർത്താവിനെ ശുശ്രൂഷിക്കണമല്ല. ഞാൻ അച്ഛനും കുടുംബത്തിൽ വെച്ചും എല്ലാ വീട്ടിലൊക്കെ പോയി വനവാസം നടത്തുകയും പള്ളിയിൽ മഴയും കൊണ്ടൊക്കെ പോവുകയും എല്ലാ മഴയത്തും കാറ്റിനുമൊക്കെ ഒടിഞ്ഞ കൊടിയും കൊണ്ട് പോകുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ വലിയ കൊടക്കാലത്തെ ബന്ധങ്ങളാണത്. അതിനുശേഷം അച്ഛനായതിനു ശേഷമാണെങ്കിലും ഒരു തുള്ളി സമയം പോലും വേസ്റ്റായിട്ടില്ല. എന്നെ ബൂസ്റ്റ് ചെയ്യാമെന്ന് നിങ്ങൾ ധരിക്കരുത്. നിങ്ങൾ പ്രാർത്ഥിക്കണപ്പോൾ പ്രാർത്ഥന സീരിയസ് ആയിട്ട് സ്വീകരിക്കണമെന്നാണ് എൻ്റെ അപേക്ഷ. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. സീരിയസ് ആയിട്ട് വേണം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ. ടേക്ക് ഔട്ട് സീരിയസ്. കർത്താവെ, നിൻ്റെ ഉന്നതമായ നാമത്തെ ശ്വാസം ചെയ്യുന്നു. അങ്ങ് കർത്താവ്, ഞാനിത് പ്രാർത്ഥിക്കണത് അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി മാത്രമല്ല. ഇന്നത്തെ പ്രഭാതത്തിലെ ഭാരവും മനസ്സിൻ്റെ ഭാരവുമായിട്ട് എഴുന്നേൽക്കുന്ന അനേകം മക്കളുണ്ട്. അബോർഷം വന്നുപോയ അമ്മമാർ, ഒരു കുഞ്ഞ് ജനിക്കുമെന്ന് ഓർത്തിരുന്നിട്ട് അവസാനം മാസങ്ങൾ കൊണ്ട് കുഞ്ഞ് ജനിക്കേണ്ടതായിട്ട് കാത്തിരുന്നു. പക്ഷേ അപ്പോൾ പ്രഗ്നൻ്റായി. പിന്നീട് താമസിക്കാതെ അത് സ്പോട്ടിങ് ആയിപ്പോയി. കർത്താവ്, അങ്ങനെയുള്ളവരൊക്കെ ഞങ്ങൾ ഈ സമയത്ത് മനസ്സിൽ ഓർക്കുന്നുണ്ട്. ഈശോയെ, അവരെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആരും എന്നോട് പറഞ്ഞതോ നേരത്തെ കേട്ടതിൻ്റെ ഓർമ്മയല്ല, എൻ്റെ മനസ്സിലിപ്പോൾ വന്നതാണ്. ഇത് കേൾക്കുന്ന ആരൊക്കെ ഉണ്ട്, അവരെല്ലാം കർത്താവ് ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നീ മനസ്സിലാക്കണം. ദൈവവേദനെ ഒരു സീല് ഇല്ലാത്തതിൻ്റെ പേരിൽ, സീല് മാഞ്ഞുപോയതിൻ്റെ പേരിൽ ജോലി നഷ്ടപ്പെടാൻ സാധ്യതയുള്ളവരെ കാണിക്കുന്നുണ്ട്. അതിനെല്ലാം റെക്ടിഫൈ ചെയ്യുന്നുണ്ട്. ഈശോ പറയുന്നുണ്ട്, നീ വിഷമിക്കരുതെന്ന് ഈശോ പറയുന്നു. നീ എന്ത് വിഷമം ഉണ്ടെങ്കിലും ആ സമയത്ത് കർത്താവിനെ ഓർക്കാൻ പറയുന്നുണ്ട്. ഓർമ്മ വലിയൊരു കാര്യമാണ്. കർത്താവ് പറഞ്ഞില്ലേ, കർത്താവിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്താലും കർത്താവ് ഓർത്തിരിക്കുന്നൊരു സ്വഭാവമാണ്. പണ്ട് ഒരു സ്ത്രീ കർത്താവിൻ്റെ പാദത്തെങ്കിൽ തൈലം പൂശില്ലേ. അപ്പം യൂദാസ് അതിനെതിരെ, ആ ബethനിയായിലെ മറിയത്തിനെതിരെ യൂദാസ് പിറുപിറുത്തില്ലേ.
കർത്താവ് അവളോട് പറഞ്ഞ നന്ദി എന്താ പറഞ്ഞത്? നിന്നെ ഞാൻ ഓർത്തിരിക്കും എന്നല്ല പറഞ്ഞത്. അതിനെ അവിടെ ജനക്കൂട്ടം ഉണ്ടായിരുന്ന കൊണ്ടാണ് പറഞ്ഞത്, ലോകത്തിലിവിടെ എല്ലാം സുവിശേഷം പ്രഘോഷിച്ചാലും ഇവിടെ ചെയ്ത കാര്യം ഓർത്തിരിക്കും. ആ ശരിക്കും പറഞ്ഞാൽ അതെന്താണ് പറയാതെ പറഞ്ഞത്? നിന്നെ ഞാൻ ഓർത്തിരിക്കും. അതാണ് ഈശോ. അതുകൊണ്ട് തന്നെ ഈശോയെ സ്നേഹിക്കാൻ പറ്റുന്നതാണ് ഈ ജന്മത്തിൻ്റെ ഏറ്റവും വലിയ പുണ്യം. ഈശോയെ സ്നേഹിക്കുന്നവർ ഈശോയിൽ ജീവിക്കും. കർത്താവെ, അങ്ങയുടെ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അവരങ്ങയെ ആഴത്തിൽ അറിയാനിടയാക്കണം. അവരുടെ ഓരോ തകർച്ചകളിലും അവരെ നീ സന്ധിച്ചിട്ടുണ്ടെന്നും അവരെ അറിയാത്ത പല കാര്യങ്ങൾക്ക് അവരെ നീ സംരക്ഷിച്ചിട്ടുണ്ടെന്നും അവരെ നീ ബോധ്യപ്പെടുത്തി കൊടുക്കണം. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ രോഗികളെ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, മരണം നടന്ന വീടുകളെ സംബന്ധിച്ച് ഉറ്റവർ മരിച്ചുപോയവരുണ്ട്. കുഞ്ഞുങ്ങളുമായിട്ട് ഇനി എന്ത് ചെയ്യുമെന്നറിയാൻ പാടില്ലാതെ വേദനിക്കുന്ന ജീവിത പങ്കാളികളുണ്ട്. അവരെല്ലാം ഞാൻ ഈ സമയത്ത് സമർപ്പിക്കുകയും കർത്താവിൻ്റെ കൈകളിലേക്ക് അമ്മയുടെ കൃപാസനം അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ മധ്യസ്ഥത ഞാൻ ഈശോയ്ക്ക് ഏൽപ്പിക്കുന്നു. വീട് പൊളിഞ്ഞു കിടക്കുന്നവരും വീടില്ലാത്തവരും ഉള്ള വീട്ടിൽ സമാധാനം ജീവിക്കാൻ പറ്റാത്തവരും ഓരോരോ കല്യാണം വിവാഹവും ഒക്കെ നടന്നതിൻ്റെ പേര് ജീവിതത്തിൻ്റെ സമാധാനത്തിൻ്റെ അന്തരീക്ഷം തന്നെ നകർന്നു പോയവരുണ്ട്. വളരെ സമാധാനം ജീവിച്ച് പക്ഷേ ഒരാൾ കല്യാണം കഴിച്ചപ്പോൾ അകപ്പെടെ അലൈൻമെൻ്റ് എല്ലാം തകർന്നു പോയി. അങ്ങനെ കല്യാണം കൊണ്ട് തകർന്ന മക്കളുണ്ട്. ഈശോയെ, അത് കല്യാണം കഴിക്കാതിരുന്നെങ്കിലെന്ന് ചിന്തിച്ചു പോണവരുണ്ട്. എങ്കിലും കർത്താവെ, അവർ ദൈവത്തോടുള്ള വാഗ്ദാനം ദൈവത്തിൻ്റെ മനസ്സിൽ അനുസരിച്ചുകൊണ്ട് അവർ ഒരു ദൈവവിളി പോലെ വിവാഹം കഴിച്ചു. അവർക്ക് എന്തെങ്കിലും പാളിച്ചകൾ ഉണ്ടായി പോയിട്ടുണ്ടെങ്കിൽ, തകർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് നീ അത് ഏറ്റെടുക്കണം. ഞാൻ നിൻ്റെ തിരുസന്നിധി കണ്ണീരോടെ പ്രാർത്ഥിക്കുകയാണ്. അവർക്ക് സ്വന്തമായിട്ട് അവർ ഉറ്റവർ വിടവർ എത്ര വലിയ ആൾക്കാരാണെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാലും ചില സമയത്ത് മനുഷ്യൻ പോകും, മറന്നു പോകും, മയങ്ങിപ്പോകും. പക്ഷേ ഇസ്രായേലിൻ്റെ രക്ഷകൻ സങ്കീർത്തനം 121:4 പറയുന്നു, ഇസ്രായേലിൻ്റെ രക്ഷകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല. മയങ്ങാത്തുറങ്ങാത്ത നല്ലിടയനായ ആടുകൾക്ക് മുമ്പ് നടക്കുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ ഞാൻ തകർന്നു പോയ മക്കളെ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ അനുകമ്പ തോന്നിയെന്ന് എഴുതിയിട്ടുണ്ട്. 6:34 മർക്കോസിൻ്റെ സുവിശേഷത്തെ. കർത്താവെ, അനുകമ്പ അങ്ങയുടെ മക്കളോട് തോന്നണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയെ നീ അനുഗ്രഹിക്കപ്പെടുകയും ഈ അനുഗ്രഹത്തിൻ്റെ സന്തോഷം നീ ഇന്ന് അനുഭവിക്കാൻ നീ ഉറങ്ങുന്നത് വരെ ഇന്ന് ഇറങ്ങി നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഇന്നത്തെ സുവിശേഷം വായിക്കുന്നത് മർക്കോസ് 6:34. അവൻ കരക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു. അവരോട് അവൻ അനുകമ്പ തോന്നി. കാരണം അവർ ഇടയനില്ലാത്ത ആട്ടിൻപറ്റം പോലെ ആയിരുന്നു. അവൻ അവരെ പല കാര്യങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ജനക്കൂട്ടത്തെ ഉണ്ടല്ലോ, ഇപ്പം നമ്മളെല്ലാവരും ജനക്കൂട്ടത്തെ നടുവിലല്ലേ അല്ലേ? ഈ ജനക്കൂട്ടത്തെ കാണുമ്പോൾ നമുക്ക് തോന്നേണ്ടത് എന്താണെന്നറിയാമോ? അനുകമ്പേ തോന്നണം. അപ്പോൾ നിങ്ങളോർക്കും ജനക്കൂട്ടം എവിടെ ഉണ്ട്? മീറ്റിങ്ങിലാണ്, കൺവെൻഷനിലാണ്, അതാ മീറ്റിങ്ങിലാണ്? അതൊന്നുമല്ല. നമ്മുടെ വാട്സപ്പ് തന്നെ ഒരു ജനക്കൂട്ടമാണ് അല്ലേ? നമ്മുടെ ഇമെയിലും ഓൺലൈൻ പരിപാടികളെല്ലാം ജനക്കൂട്ടമല്ലേ? ജനക്കൂട്ടത്തെ കാണുമ്പോൾ എന്ത് ചെയ്യണം? നമുക്ക് അനുകമ്പ തോന്നണം. എന്താ കാര്യം? അവരിടയില്ലാത്ത ആടുകളാണെന്ന് വെച്ചാൽ കർത്താവിന് വിശ്വാസമില്ലാത്തവരുണ്ട് അതിലവരില്ലേ. അപ്പം നിങ്ങൾക്ക് ഇതുപോലുള്ള സംഭവങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ രണ്ട് കാര്യം സംഭവിക്കും. ഒന്ന്, നിങ്ങളെ അവർ ബ്ലോക്ക് ചെയ്യും. കാര്യം അവർ ദൈവത്തിൻ്റെ ക്രിസ്തുവിനുള്ളവരാണെങ്കിൽ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. മർക്കോസ് 9:41. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകയാൽ അവന്റെ നാമത്തിൽ ആരെങ്കിലും നിങ്ങൾക്ക് ഒരു പാത്രം വെള്ളം കുടിക്കാൻ തന്നാൽ അവന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയില്ല. അപ്പം നിങ്ങൾ ക്രിസ്തുവിനുള്ളവരാകയാൽ എന്ന് പറയുമ്പോൾ തന്നെ അവിടെ തന്നെ വ്യക്തമല്ലേ ക്രിസ്തുവിനുള്ളവരല്ലാത്ത ആൾക്കാരുണ്ടെന്ന്. പക്ഷെ ക്രിസ്തുവിനുള്ളവരാണ്, പക്ഷെ അവർക്ക് ക്രിസ്തുവിനെ കിട്ടണില്ല. പക്ഷെ ക്രിസ്തുവിനെ കൊടുക്കാൻ ആരുമില്ല. അങ്ങനെയുള്ള സമയത്ത് കർത്താവ് ചോദിക്കുന്ന ചോദ്യമുണ്ട്. എന്താണ്? ആരെ ഞാൻ അയക്കും? ആര് നമുക്ക് വേണ്ടി പോകും? ഐസയില്ലേ? യെശയ്യാ 6:8. യെശയ്യാ 6:8. അതിനുശേഷം
കർത്താവ് അരുൾ ചെയ്യുന്നത് ഞാൻ കേട്ടു. കർത്താവ് അരുളി ചെയ്യുന്നത് ഞാൻ കേട്ടു. ആരെയാണ് ഞാൻ അയക്കുക? ആരെയാണ് ഞാൻ അയക്കുക? ആരാണ് നമുക്ക് വേണ്ടി പോവുക? ആരാണ് എനിക്ക് വേണ്ടി? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. ഇതിനകത്ത് വരുന്നൊരു വിഷയമുണ്ടല്ലോ, ഈ കർത്താവിന് വേണ്ടി ആരെ ഞാൻ അയക്കും. അത് എന്നും സൂര്യൻ ഉള്ളിടത്തോളം കാലം ഈ ചോദ്യം ദൈവം ചോദിച്ചുകൊണ്ടിരിക്കും, ആരെ ഞാൻ അയക്കും. പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്ന രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് കാറ്റഗോറിക്കൽ ക്വസ്റ്റ്യൻ. എന്താണ്? ആര് എനിക്ക് വേണ്ടി പോകും? എല്ലാവരും പോകുകയെ, ചിലപ്പോൾ അവരുടെ കുടുംബത്തിന് വേണ്ടിയൊക്കെയും പോണത്. എനിക്ക് ഇതുപോലെ വേസ്റ്റുള്ള ഒരു കാര്യം, എല്ലാവരും ഭയങ്കര കഠിനാധ്വാനമാണ്. എന്താണ്? സ്വന്തം വയറ്റിപ്പിഴപ്പിന് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും ക്രിസ്തുവിന് വേണ്ടി എന്താ ചെയ്യണം? നമ്മൾ എന്താ ചെയ്യണത്? പള്ളിയിൽ പോകും എന്ന് പറയും. എന്ത് പള്ളിയിൽ പോയിട്ട് നിങ്ങൾക്ക് എന്താ എന്താ ക്രിസ്തു എന്ത് കിട്ടാനാണ്? വിശ്വാസം നിലനിൽക്കും, അത് നിൻ്റെ കടമയല്ലേ. എക്സ്ട്രാ ആയിട്ടില്ലേ മത്തായിയുടെ സുവിശേഷം, കർത്താവിൻ്റെ മനസ്സിരിപ്പായില്ലാതെ മത്തായിയുടെ സുവിശേഷം എന്താ പറയുക? വിശേഷ വിധിയായി നിങ്ങൾ എന്താണ് ചെയ്യണത്? കൽപ്പിക്കപ്പെട്ടെല്ലാം ചെയ്തുകൊണ്ട് നന്ദിയൊന്നും കിട്ടത്തില്ല. ദൈവദൃശ്യനെ അതിലെ കൽപ്പിക്കപ്പെട്ടല്ലേ 17 അല്ല ലൂക്കയുടെ 17-ാം അധ്യായം. ലൂക്ക 17:10. ലൂക്ക 17:10. ഇതുപോലെ തന്നെ നിങ്ങളും കൽപ്പിക്കപ്പെട്ടവയെല്ലാം ചെയ്തതിന് ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാരാണ്, കടമ നിർവഹിച്ചതേയുള്ളൂ എന്ന് പറയുവിൻ. അതെന്താ പ്രശ്നം വെച്ചാൽ, നമ്മൾ ഒരു ഇപ്പം നിങ്ങൾക്ക് 5 മക്കളുണ്ട്, 2 മക്കളുണ്ട്. മക്കളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ, മക്കളുടെ മാത്രം കാര്യം നോക്കിയാണ് ഞാൻ ജീവിക്കണത്. ഈ മക്കളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? നിങ്ങൾ കൽപ്പിക്കപ്പെടുകയും ചെയ്ത ശേഷം പിന്നെ എന്താ? ദാസന്മാരാണ്, പക്ഷേ വലിയ പ്രയോജനമൊന്നുമില്ല. ആർക്ക് പ്രയോജനമില്ല? ദൈവത്തിന്. എന്താ കാര്യം? വിശേഷവിധിയായി നിങ്ങൾ എന്താണ് ചെയ്യണത്? വിശ്വാസ കൈമാറ്റത്തിന് വേണ്ടിയും ക്രിസ്തുവിൽ മറ്റുള്ളവർ വളർന്നു വരാൻ വേണ്ടിയും നമ്മൾ എന്താണ് ചെയ്യണത്? ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തെ അർത്ഥവത്താക്കണത് ഈ വിശേഷവിധിയായി ക്രിസ്തുവിന് വേണ്ടി നിലനിൽക്കുന്നതാണ്. അങ്ങനെ ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് ആശംസിക്കുന്നു. ഇന്ന ദിവസം കൊണ്ട് നിങ്ങൾ നഷ്ടപ്പെട്ട കൃപ തിരിച്ചു പിടിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഉടമ്പടി ഫയർ ആകണമെങ്കിൽ ഒന്നാമത്തെ കാര്യം ദൈവസ്നേഹമാണ്. അതാണ് ഇത് പരിശുദ്ധാത്മാവിന്റെ ഫ്രൂട്ട് ഓഫ് ദി ഹോളി സ്പിരിറ്റിലും കറക്റ്റാണ്. അതെന്താണ്? സ്നേഹം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, ആനന്ദം, ആത്മസംയമനം, എല്ലാം ഫ്രൂട്ട് ഓഫ് ദി ഹോളി സ്പിരിറ്റാണ്. ഇതിലാണ് ഇത് ഉടമ്പടി ഒരു സെക്ഷൻ, ഒരു സോഫ്റ്റ്വെയർ. അതാണ് ഉടമ്പടി ഫയർ ആകുന്ന ഒരു പ്രധാനപ്പെട്ട കാരണങ്ങൾ. പവേഡ് ബൈ ഫ്രൂട്ട് ഓഫ് ദി ഹോളി സ്പിരിറ്റാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എന്താണെന്ന് കണ്ടെത്തിയിട്ട് അതനുസരിച്ച് നിങ്ങളുടെ മനസ്സും ജീവിതവും ടോൺ ചെയ്താൽ ഉടമ്പടി പെട്ടെന്ന് ഫയർ ആകും. കാര്യം അതിലാണ് ഇത് പവർ ചെയ്തിരിക്കുന്നത്. ഇനി മരിയ സ്പിരിച്വാലിറ്റിയിൽ ഇത് ഫയർ ആകും പെട്ടെന്ന്. മരിയ സ്പിരിച്വാലിറ്റിയിൽ തുടങ്ങുന്ന ദൈവസ്നേഹത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇപ്പോൾ ഞാനെന്താ നിങ്ങളോട് പറഞ്ഞത്? നിങ്ങൾക്ക് മിനിമം ദൈവസ്നേഹത്തിലാണ് ഈ സംഭവം ചെയ്യേണ്ടത്. ദൈവത്തെ സ്നേഹിക്കണം. അപ്പോൾ നമുക്ക് തോന്നും ദൈവത്തെ എല്ലാവരും അറിയിക്കണം, ദൈവത്തിന് അറിയാൻ പാലാത്തവർ അറിയിക്കണം, അറിഞ്ഞവരെ ആഴപ്പെടുത്തണം, അവർക്ക് സാക്ഷ്യപ്പെടുത്തണം, ദൈവത്തെ മഹത്വപ്പെടുത്തണം, അങ്ങനെ സാക്ഷിയാകണം. ഇപ്പം ചില ആൾക്കാർ ഉടമ്പടി കത്താത്തത് എന്താണ്? അവർ ഇതിൻ്റെ അകത്ത് വന്ന് തന്നെ ശപിക്കപ്പെട്ടവരായി മാറുന്ന ആൾക്കാരുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട്, ആത്മാവിനോട് വിവേചിച്ച് പറഞ്ഞിട്ടുണ്ട്. ചിലർ ഇതിൽ വന്ന് ശപിക്കപ്പെട്ടവരായി മാറുന്നുവെന്ന്. എന്താ കാര്യം? അവരിവിടെ വരുമ്പോൾ തന്നെ തീരുമാനിക്കും സാക്ഷ്യം പറയരുതെന്ന്. അതാണ് പ്രശ്നം. സാക്ഷ്യം പറയരുതെന്ന്. ഇപ്പം ചില കള്ളസാക്ഷികളില്ലേ, കള്ളസാക്ഷികൾ എന്തെല്ലാം പറഞ്ഞാൽ ഹെറോദോസ് എന്താ പറഞ്ഞത്? ഹെറോദോസിൻ്റെ മുമ്പിൽ അതായത് ഇതുപോലെ ഒരു കാര്യവും അവർ പറയരുത്, അങ്ങോട്ട് തീരുമാനിക്കും. പറയരുത്, സാക്ഷ്യം പറയരുത്, പറഞ്ഞാൽ നാണക്കേടാണ്, മറ്റുള്ളവർ അറിയും, ഞങ്ങളുടെ നാട്ടുകാരറിയും, വീട്ടുകാരറിയും, അപ്പോൾ ഞങ്ങൾ പണ്ട് അങ്ങനെയാണെന്ന് അവർ ധരിക്കും, അപ്പോൾ ഞങ്ങൾക്ക് കുറച്ചിലാകും എന്ന് വിചാരിച്ചുകൊണ്ട് സാക്ഷ്യം പറയരുതെന്ന് ധരിച്ചുകൊണ്ട് തന്നെ തീരുമാനിച്ചുകൊണ്ട് അകത്ത് കയറും. മിക്കവാറും അവിടെ ആത്മാവിന് വരെ പ്രശ്നമായിട്ട് ഇവിടുന്ന് പോകത്തുള്ളൂ. കാര്യം നിങ്ങൾ എവിടെയാണ് വന്നത് നിങ്ങൾക്കൊരു പിടിയുമില്ല. വയറ്റിപ്പഴപ്പിന് വേണ്ടി വന്നതാണ്, പക്ഷേ ദൈവത്തിന് ആദ്യം ഒതുക്കാമെന്ന് തീരുമാനിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ദൈവത്തിൻ്റെ ആദ്യം തന്നെ പണിയാവെന്നും പറഞ്ഞുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അതല്ലേ? അതാണ് പ്രശ്നം. സാക്ഷ്യം പറയരുത്. ദൈവത്തെ മരിയ സ്പിരിച്വാലിറ്റിയുടെ എന്താണ് ഇത്? പവേഡ് ബൈ മരിയൻ കവനൻ, പവേഡ് ബൈ മരിയ സ്പിരിച്വാലിറ്റി എന്ന് പറയുമ്പോൾ മരിയ സ്പിരിച്വാലിറ്റിയുടെ ആദ്യത്തെ ഘടകം എന്താണ്? ലൂക്ക 1:46 അമ്മയുടെ സ്വസ്ത്രഗീതമാണ്. വായിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി, ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ലൂക്ക 1:46. അതായത് നമ്മളിപ്പോൾ എന്താ പറയണത്? മരിയൻ കവനൻ്റെ പവേഡ് ബൈ മരിയ സ്പിരിച്വാലിറ്റി. മരിയ സ്പിരിച്വാലിറ്റിയുടെ ഒന്നാമത്തെ ഘടകം മരിയൻ ആത്മീയതയുടെ ഒന്നാമത്തെ ഘടകം എന്താണ്? സ്വസ്ത്രഗീതത്തിൻ്റെ ഒന്നാമത്തെ വാക്കാണ് ലൂക്ക 1:46. റീഡ് ഇറ്റ്. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഒന്ന് പറഞ്ഞേ, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. ഇതാണ് പരിശുദ്ധാത്മാവിന്റെ സംഭവം.
സ്നേഹം, ആനന്ദം. ഞാൻ പറഞ്ഞില്ലേ മരിയൻ കവനൻ പവേഡ് ബൈ ഫ്രൂട്ട് ഓഫ് ദി ഹോളി സ്പിരിറ്റ് എന്ന് പറഞ്ഞില്ലേ. മരിയൻ കവനൻ്റെ ഫയർ ആകുന്നത് ഫ്രൂട്ട് ഓഫ് ദി ഹോളി സ്പിരിറ്റാണ്. അത് ഗലാത്യർ 5:22. അതിനകത്ത് എന്താ? ഒന്നാമത്തത് സ്നേഹം, രണ്ടാമത്തെ എന്താണ്? ആനന്ദം. അത് തന്നെയല്ലേ ഇത്? അത് തന്നെയല്ലേ മരിയ സ്പിരിച്വാലിറ്റി വരണത്, മരിയ സ്വസ്ഥഗീതത്തിൽ വരണത്. മരിയ സ്വസ്ഥഗീതത്തിൽ എന്താ? ഒന്നാമത്തെ എന്താണ്? എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. പിന്നെന്താണ്? എൻ്റെ അന്തരംഗം രക്ഷകനായ ദൈവത്തിൽ ആനന്ദം കൊള്ളുന്നു. അപ്പോൾ സ്നേഹവുമായി ആനന്ദവുമായി രണ്ട് സെയിമാണ്. കാര്യം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, അമ്മ മരിയ സ്വസ്ഥഗീതം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ടാണ് അമ്മ ഇത് പറയണത്. പരിശുദ്ധാത്മാവ് നിറയുമ്പോഴാണ് അമ്മ മറിയത്തിൻ്റെ സ്വസ്ഥഗീതം പറയണത്. അപ്പം അമ്മ പറയണതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായിട്ട് വരും. ഒന്നാമത്തെ ഫലം എന്താണ്? എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. അപ്പോഴും നിങ്ങളിവിടെ ചവിട്ടുമ്പോൾ തന്നെ നിങ്ങൾ ആദ്യം തീരുമാനിക്കുന്നത് എന്താണ്? എന്നെക്കൊണ്ട് കർത്താവിന് ഞാൻ മഹത്വപ്പെടുത്തും. അതാണ് പ്രശ്നം. നിങ്ങൾക്ക് നിങ്ങളെ മഹത്വപ്പെടുത്തിയില്ലെങ്കിൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്കൊരു ഒരാൾ വോട്ട് ചെയ്യണില്ലെന്ന് വിചാരിച്ചോ, അതെന്താവും? അസാധുവാകും, വോട്ട് ചെയ്യണില്ല. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് മഹത്വപ്പെടുത്താതിരുന്നാൽ അതിന് എതിർ പാർട്ടിക്ക് ആ വോട്ട് വരും. പിടികിട്ടിയോ? നിങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റത്തില്ല, എൻ്റെ നാട്ടുകാരറിയും വീട്ടുകാരറിയും മക്കളറിയും എന്നെ കളിയാക്കുമെന്നൊക്കെ പറഞ്ഞ് നിങ്ങളിങ്ങനെ ഉൾവരികയാണെങ്കിൽ, നിങ്ങളെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ പറ്റുകയെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഈ വോട്ട് ആർക്ക് കിട്ടി? മഹത്വം ആർക്ക് കിട്ടും? മഹത്വം അസാധുവാകത്തില്ല, മഹത്വം പിശാചിന് കിട്ടും. അതാണ് വിഷയം. അത് നിങ്ങൾ മനസ്സിലാക്കണം. ദൈവത്തെ മഹത്വപ്പെടുന്ന പോരായ്മയെ കരുതിയതിനാൽ പിന്നെന്താ പറ്റണത്? ആത്മവികാരങ്ങൾ ഏൽപ്പിക്കും, പിശാചിനെ ഏൽപ്പിച്ചു കൊടുക്കപ്പെടുന്നു. അതല്ലല്ലോ റോമ 1:9-29 വായിച്ച് ശ്രദ്ധിക്കട്ടെ. റോമ 1:28. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയത് നിമിത്തം. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി, തങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചു എന്ന് അംഗീകരിക്കുന്നത് പോരായ്മയെ കരുതിയാൽ ഉള്ള കുഴപ്പം എന്താണ്? അധമ വികാരത്തിനും അനുചിത പ്രവർത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. അപ്പം പിന്നെ ദൈവത്തിൻ്റെ അടുത്ത് ഒരു കിട്ടുന്നില്ലെങ്കിൽ ഈ സാധനത്തെ വിട്ടുകൊടുക്കും. അത് പണ്ടുപോലെയുള്ള പരിപാടിയാണത്. വെറുതെ വന്ന് എന്തിനാ പണി മേടിക്കണത്? അതിനെ ഞാൻ ചോദിക്കണത്. ഞാൻ എല്ലാ ദിവസവും ക്ലാസ്സിലൊക്കെ പറയും, ആലപ്പുഴ വന്ന് പണി മേടിക്കാതെ ചേട്ടാ വീട്ടിലിരിക്കാൻ പറ്റില്ല ചോദിക്കും. ഉള്ള വണ്ടിക്കാശങ്ങളിൽ ലാഭമാണല്ലോ എന്ന് ഞാൻ പറയും. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വരുമ്പോൾ സത്യദൈവത്തെ കാണും. ചുമ്മാ കണ്ടെന്ന് പറഞ്ഞുകൊണ്ടെങ്കിൽ സിനിമ കണ്ടടിച്ചും തിട്ടിക്കരങ്കിൽ ഇറങ്ങിപ്പോണ പോലെ ഇറങ്ങിപ്പോകാൻ പറ്റത്തില്ല. നിങ്ങൾ കണ്ടെങ്കിൽ കണ്ടത് സാക്ഷ്യം വഹിക്കണം. കണ്ടത് എന്തിനു വേണ്ടിയാണെന്ന് ബൈബിൾ പറയുന്നുണ്ട്. ഞങ്ങൾ കണ്ടത് ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശ്രദ്ധിക്കട്ടെ. യോഹന്നാൻ 1:2. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും. ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ പറ്റി ഞങ്ങൾ അറിയിക്കുന്നു. ജീവൻ വെളിപ്പെട്ടു, ഞങ്ങൾ അത് കണ്ടു, അതിന് സാക്ഷ്യം നൽകുകയും ചെയ്യുന്നു. യോഹന്നാൻ 1:2 എന്താണ്? ജീവൻ വെളിപ്പെട്ടു, ഞങ്ങളത് കണ്ടു, ഞങ്ങളതിന് സാക്ഷികളാണ്. കാണുന്നവരെന്തിനുള്ളതാണ്? സാക്ഷികളാകാനുള്ളതാണ്. മനസ്സിലായില്ലേ? കാണുന്നത് അടയാളം കണ്ടാൽ സ്വാഭാവികമായിട്ടും ഇമ്മീഡിയറ്റ് സംഭവം എന്താണ്? സാക്ഷികളാണ്. അപ്പോൾ സാക്ഷികളാകാൻ അതുകൊണ്ടാണ് ഞങ്ങൾ സാക്ഷ്യപത്രം ഇറക്കിയിരിക്കുന്നത്. സാക്ഷ്യപത്രം നിങ്ങളുടെ കയ്യിലുണ്ടാവും. ഇപ്പോൾ ഇന്നലെ ഒരു കുട്ടി വന്ന് എന്നോട് ചോദിച്ചു, അച്ഛാ നാല് അവർ ബാംഗ്ലൂർകാരത്തിയാണ്, അവർ പറഞ്ഞ് 4 കൺട്രി ഉണ്ട്, UK ഉണ്ട്, കാനഡ ഉണ്ട്, പിന്നെ ഒരു 2-3 കൺട്രി അവർ പറഞ്ഞു, ഓസ്ട്രേലിയ ഒക്കെ. ഞാൻ ഇവിടെ പോകണം വെച്ചാന്ന് പറഞ്ഞു. അപ്പം 4 കൺട്രി ഉണ്ട്, ഇവിടെ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, നീ സാക്ഷ്യം പറഞ്ഞോ എന്ന് പറഞ്ഞു. അപ്പോൾ സാക്ഷ്യം പറഞ്ഞോ എന്ന് പറഞ്ഞു. ഉടനെ അവളെ പേപ്പർ എടുത്ത് കാണിച്ചു. അവിടെ നീല ഉടമ്പടിയാണ്, സാക്ഷ്യമുണ്ട്. സാക്ഷ്യം പറഞ്ഞ പേപ്പർ കയ്യിലുണ്ട്. പിന്നെ എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല അവളോട്. ഉടനെ സമയം ഇവിടെ 40 പേര് നിൽപ്പുണ്ടായിരുന്നു. ആ 40 പേര് നിർത്തിക്കൊണ്ട് ഞാൻ അവൾക്ക് മെസ്സേജ് എടുത്ത് കൊടുത്തു. 1 2 കാര്യം അവളുടെ സാക്ഷ്യം പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങളുടെ ഉടമ്പടി ദൈവം അംഗീകരിച്ചു എന്നുള്ളതാണ്. ദൈവം അംഗീകരിച്ചു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ രൂപതയിലെ ചില അധികാരികൾ വന്ന് എന്നോട് ഒത്തിരിയേറെ കാര്യങ്ങൾ അവരിതിനെക്കുറിച്ച് പറയുകയും, അഭിമന്യ പിതാവ് വളരെ സ്നേഹത്തോടെയും വളരെ വാത്സല്യത്തോടെയാണ് കൃപാസനത്തെ നോക്കിക്കാണുന്നതും അതിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആവശ്യമായ എല്ലാ സഹായവും രൂപതയും ചെയ്തു തരുന്നുണ്ട്. അതിനകത്ത് വന്ന തിയോളജി കമ്മീഷൻ, മാതാവിൻ്റെ പ്രത്യക്ഷനോട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ളൊരു കമ്മീഷനാണ്. രൂപതയിൽ നിലനിൽക്കുന്ന മറ്റ് വിഷയങ്ങൾക്കുള്ളൊരു കമ്മീഷൻ. അപ്പോൾ കമ്മീഷനിൽ ഒരു അച്ഛൻ എന്നോട് ചോദിച്ചു. ബാക്കി ആ അച്ഛൻ വളരെ നല്ല സൗമ്യനായൊരു മനുഷ്യനും വളരെ നല്ല നിലവാരമുള്ളൊരു മനുഷ്യനാണ്. അതുകൊണ്ട് ഞാൻ വളരെ ശ്രദ്ധിച്ച് ഇത് പ്രെയർ നീഡ് ബേസ് അല്ലേ?
മനുഷ്യൻ്റെ ആവശ്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയല്ലേ ഈ പ്രെയർ പോണത്. അതിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുമോ, എത്ര കാലം സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും? ഞാൻ പറഞ്ഞ റാഷണൽ ക്വസ്റ്റ്യൻ, ബുദ്ധിപരമായ ക്വസ്റ്റ്യനാണ്, നീഡ് ബേസ്ഡ്. അപ്പം ഞാൻ പറഞ്ഞു വി ആർ ഫോളോയിങ് അപ്പോസ്റ്റലിക് ചേർച്ച് ആൻഡ് സ്പിരിച്വാലിറ്റി. അപ്പോസ്റ്റലിക് സ്പിരിച്വാലിറ്റിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതിൻ്റെ അകത്ത് ഒരു ഘടകം എന്താണ്? 16:20 കർത്താവ് അവരോടുകൂടെ സഹകരിക്കുകയും അടയാളങ്ങളെ കൊണ്ട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തു. അതാണ് ഞാൻ അച്ഛനോട് പറഞ്ഞത്. അതിപ്പോൾ നിങ്ങളോടും പറയുന്ന ഉടമ്പടി അടയാളങ്ങളുടെ പ്രാർത്ഥനയാണ്. കർത്താവ് നിങ്ങളുടെ ഉടമ്പടി അംഗീകരിക്കുന്നത് നിങ്ങൾക്ക് അടയാളം കിട്ടിക്കഴിയുമ്പോഴാണ്. അത് നിങ്ങൾക്ക് അനുഭവവേദ്യമാകണതും അനുഭവിക്കാൻ യോഗ്യമുണ്ടാകണതും നിങ്ങളെ സാക്ഷ്യം പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി കഴിയുമ്പോഴാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. നമ്മുടെ സഭയിൽ തന്നെ ഒരു കാലം കഴിഞ്ഞപ്പോൾ ആശ്രമ സ്പിരിച്വാലിറ്റി ശക്തി പ്രാപിച്ചായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ നോൻപ് കാലത്ത് പറയുന്നത്. എന്താണ്? മിതഭോജനം. എന്താണ്? കൊതിക്ക് മിതഭോജനം എന്നല്ലേ പറയണത്. അപ്പോൾ അത് ആശ്രമ സ്പിരിച്വാലിറ്റി എന്ന് വന്നത് സംഭവമാണ്. കൊതിക്ക് എങ്ങനെ മിതഭോജനം ഉണ്ടാണ്? കൊതി എന്തുമാത്രം ആൾക്കാർക്ക്, ഭക്ഷണത്തിന് മാത്രം ആൾക്കാർക്ക് കൊതിയുള്ള, അതൊക്കെ എന്തോ പറഞ്ഞ് കാലഹരണപ്പെട്ടതാണ്. മനുഷ്യന് ഇപ്പോൾ കാറിനും വീടിനും അല്ലേ കൊതി, അല്ലേ? എത്രയോ വീടാണ് കുഴിമാടം പോലെ കിടക്കണം. ആരും നാട്ടിലില്ലല്ല. ബംഗാളികളെ ഏൽപ്പിച്ചിട്ട് വീട്ടിൽ പോയി അവർ പോയിരിക്കുകയല്ലേ. എന്തിനാണ് ആ വീട് വെച്ചത് അവർ? ആ വീട് വെച്ച കാലത്ത് അവിടെ ജീവിച്ചിരിക്കുന്ന കാലങ്ങൾ ആ അയൽവാസികളുടെ ഇടയിൽ ഒരു വില ഉണ്ടാകാനാണ്. ഈ മക്കളൊക്കെ നിങ്ങൾ പറഞ്ഞ എല്ലാവരും യൂറോപ്പിൽ വിടുന്നത് എന്താണ്? ഫസ്റ്റ് സംഭവം വീട് വെക്കാൻ തന്നെയല്ലേ? അതാണ് സംഭവം. കുറച്ച് കടം മാറാനും പിന്നെ അടുത്ത പരിപാടി എന്താണ്? വീട് വെപ്പ്. വേറെ കാര്യമൊന്നുമില്ല. പിന്നെ വീട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? കാർ മേടിക്കൽ. ഇതിൻ്റെ അകത്ത് മലയാളിക്ക് വേറെ സ്വപ്നങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഒരു മിനിമം സ്വപ്നത്തിലായി സാധനം വർക്കൗട്ട് ചെയ്ത് പോണത്. അപ്പോൾ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് പെട്ടെന്നുള്ള തീരുമാനം എടുത്തിരിക്കുന്ന കാരണം നാളെ കാലങ്ങളിൽ ഇതെങ്ങനെ വർക്കൗട്ട് ചെയ്യണമെന്ന് അറിയത്തില്ല. അത് കാരണം ആരുമില്ല. അപ്പനും അമ്മയും വീട് വെച്ച് അപ്പനും അമ്മയും ഉൾപ്പെടെ ഈ രാജ്യത്തില്ല. അതെല്ലാം വെറുതെ കിടക്കുകയാണ്. എന്നിട്ട് എല്ലാവരും ഒരു ക്യാമറ കണ്ടുപിടിച്ച കാരണം വലിയ അനുഗ്രഹമാണ്. 9 മീറ്ററും മതിലും കെട്ടി ക്യാമറയും വെച്ചിരിക്കുകയല്ലേ. അതിൻ്റെ അകത്ത് പൂച്ച കയറിയാലും അവർ അമേരിക്ക ആയിരുന്നു, കാനഡ ആയിരുന്നുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ പൂച്ച കയറിയത് നമ്മൾ അവിടെ ഇരിക്കും. അല്ല, ഈ പൂച്ച ഇവിടുന്ന് വന്നാണെന്നൊക്കെ ചോദിച്ചാൽ ഇംഗ്ലീഷ് ചോദിച്ചുകൊണ്ടിരിക്കും. മലയാളത്തിൽ വീട് വെച്ചിട്ട് ഇംഗ്ലീഷിൽ പൂച്ച വന്ന കാര്യം ചോദിച്ചു. വല്ല കഥയുണ്ടാ? ഇങ്ങനെ പൊട്ടന്മാരുടെ ഒരു ലോകമായിട്ട് ഇങ്ങനെ മാറുകയാണ് ഇൻവെസ്റ്റ് ചെയ്ത്. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് സൂക്ഷിക്കണം. ഇത്രയും ഇപ്പോൾ 50 ലക്ഷത്തിനൊക്കെ ലോൺ എടുത്തിട്ടാണ് ഈ സംഭവം ചെയ്യണത്. ഇപ്പോൾ ഈ ആൾക്കാർ ജപ്തിയാണെന്നൊക്കെ പറഞ്ഞ് വരുന്നില്ലേ. അപ്പോൾ ചിലരോട് എനിക്ക് സംശയം തോന്നും, ഈ ജപ്തി എങ്ങനെ വന്നതാണ്? എന്തിന് മേടിച്ചതാണ്? ഇത് വീട് വെക്കാൻ മേടിച്ചതാണ്. എത്ര ലക്ഷം എടുത്ത്? 50 ലക്ഷം എടുത്ത്. 50 ലക്ഷത്തിൽ എന്ത് സംഭവിച്ച്? 50 ലക്ഷത്തിന് എടുത്തിട്ട് പിന്നെ എന്ത് കടം വന്നത്? അത് അപ്പോൾ ഭർത്താവിനും മകനും ജോലി ഉണ്ടായിരുന്നു. പിന്നെയാണ് കൊറോണ വന്നത്. അപ്പോൾ ജോലി പോയി, അപ്പോൾ കടമായി. ഇപ്പോൾ അത് വിൽക്കാൻ നടക്കുകയാണ്. അപ്പോൾ ഈ ഒരു വിഷയം നിങ്ങൾ അധമ വികാരങ്ങൾ കേൾപ്പിച്ചു കൊടുക്കുന്ന സാധനമില്ലേ, അതാണ് ഈ വർക്കൗട്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ പരിശുദ്ധാത്മാവ് മിനിമം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളെ കൊണ്ട് ദൈവം ആ സംഭവം ചെയ്യിക്കത്തില്ല. എന്താ കാര്യം? ദൈവത്തെ അറിയാൻ കൊറോണ വരുമെന്നും ലോകം മുഴുവൻ അടച്ചിടുമെന്നും നിങ്ങൾക്കറിയത്തില്ലല്ലോ. ഇതുകൊണ്ടാണ് ദൈവത്തെ കക്ഷി ഇറക്കണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം. ഞാൻ പറഞ്ഞ മനസ്സിലാകുന്നോടല്ല. ഈ 50 ലക്ഷത്തിന് വീട് വാങ്ങിച്ചിട്ട് ഇപ്പോൾ 80 ലക്ഷം പലിശ ഉൾപ്പെടെ ആക്കിയിരിക്കുന്ന ആൾക്കാരെ വീട് വെച്ചപ്പോൾ തന്നെ ദൈവത്തിന് അറിയാമായിരുന്നു കൊറോണ വരുമെന്ന്. ഇവർക്കറിയാൻ പാടില്ലായിരുന്നു കൊറോണ വരുമെന്ന്. അതുകൊണ്ട് അവരെന്നാ ചെയ്ത് വലിയ പലിശക്ക് വീട് വെച്ചിരിക്കുകയാണ്. ഇപ്പം വീട് പലിശ കൂടി വീട് ഇവരെ വിഴുങ്ങണ ഒരു അവസ്ഥയിലായി. അതെന്താ പ്രശ്നം? പണ്ട് വീട്ടിലാണ് നമ്മൾ കിടന്നത്. ഇപ്പോൾ വീടിപ്പോൾ നമ്മുടെ പുറത്ത് കിടക്കുക. ഇത് ഭൂമി കുലുക്കാൻ വരുമ്പോൾ വീട് നമ്മുടെ പുറത്ത് കിടക്കത്തില്ലേ? ഭൂമി കുലുക്കാൻ വരുമ്പോൾ വീട് ഇപ്പോൾ തുർക്കിയിൽ എത്രയോ ആൾക്കാരുടെ മെത്താൻ വീട് കിടക്കണത്. അതുപോലെ തന്നെയാണ് ഈ മലയാളത്തിലും കിടക്കണത്. ഒത്തിരി പേരുടെ പുറത്ത് വീട് കിടക്കുകയാണ്, ലോൺ എടുത്തതാണേ. ഇതാണ് റോമ 1:28. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയെ കരുതി ദൈവത്തെ ഭയപ്പെട്ടില്ല. അയൽവാസിയുടെ മുമ്പേ ആൾ കളിക്കാൻ ചെയ്ത പരിപാടിയാണ്. ഇനി നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയാമല്ലോ. ഈ വീടെല്ലാം വെപ്പിച്ചിരിക്കുന്നത് ആരാ? ഒന്നെങ്കിൽ മൂത്ത മകൻ അല്ലെങ്കിൽ ഇളയ മകൻ ആണ് വീട് വെപ്പിച്ചിരിക്കുന്നത്. ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് പപ്പുനെപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. ഞാൻ ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് അവനും കൂടെ പോയി എവിടെയെങ്കിലും പോയി. ഇന്നൊരു സാക്ഷ്യം ഞാൻ കേട്ടു. ഒരു വീട് വെക്കാൻ നിവൃത്തിയില്ല. അപ്പം തന്നെ മകൻ വന്ന്, അമ്മേ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീർന്ന്. എന്താണ്? ഞാൻ ലോൺ ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ലോൺ ശരിയാക്കണമെന്ന് പറയുമ്പോൾ ഇനി അവൻ്റെ പേരിൽ ആ വസ്തു, ഈ അമ്മ പൊട്ടിയല്ല, അവൻ്റെ പേരിൽ വസ്തു എഴുതി കൊടുക്കണമേ. അതാണ് വിഷയമേ. ലോൺ ശരിയാക്കിയെന്ന് പറയുമ്പോൾ അവൻ ശരിയാക്കിയെന്നല്ല പറയേണ്ടത്. അവരെല്ലാം ലോൺ കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കണത്. എവിടുത്തെ ഈ ഇന്ത്യയിലെ ഏറ്റവും വലിയ പലിശ മേടിക്കണ ചിട്ടി കമ്പനിയിൽ നിന്ന് ലോൺ ശരിയാക്കിയെന്നാണ് പറയണത്. അപ്പോൾ അപ്പം വിചാരിക്കും നല്ല കാര്യം, ലോൺ ശരിയാക്കിയില്ല. അപ്പോൾ ഈ ലോൺ ശരിയാക്കുമ്പോൾ ഈ ചിട്ടിക്കമ്പനിയുടെ പേരൊന്നും പറയണില്ല, അവരുടെ കേസ് കൊടുക്കും എനിക്കെതിരെ. ചിട്ടിക്കമ്പനി ലോൺ ശരിയാക്കിയെന്ന് പറയുമ്പോൾ തന്നെ ഇനി ന്യൂട്രലായിട്ട് അടുത്ത സെക്ഷൻ എന്താണ്? ഇവൻ്റെ പേരിൽ വീട് സ്ഥലം എഴുതി കൊടുക്കണം കുഴപ്പമില്ല. അധമ വികാരം തന്നെ കണ്ടില്ലേ? വേറെ 3-4 പേരുണ്ടേ. ചേച്ചിനെ ആ കെട്ടിച്ചൂടെ മക്കൾക്ക് പച്ചത് കൊടുത്തിട്ടില്ല. കെട്ടിച്ചൂടെ മക്കളെ സ്വരാൻ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. അവർക്കൊന്നും കൊടുത്തിട്ടില്ല. അവർക്ക് അപ്പനും അമ്മയും ഇന്നലെ നാളെ ഇത് വിറ്റ് കൊടുക്കുമെന്ന് ഇവനെ അറിയാം. അതുകൊണ്ടാണ് ഇവൻ ലോൺ ശരിയാക്കിയത്. ഇവൻ ശരിയാക്കിയത് ലോണല്ല, കെട്ടിച്ചൂട്ട പെങ്ങന്മാരാണ് ശരിയാക്കിയിരിക്കുന്നത്. അത് ഈ പാവപ്പെട്ട അമ്മക്കറിയാമോ?
ഇതാണ് കളി, അധമ വികാരം എന്ന് പറയുന്ന സംഭവം. അപ്പോൾ സഹോദരങ്ങളെ ചതിച്ചത് കൊണ്ട്, ഇപ്പോൾ സഹോദരങ്ങളെ ഓർത്തിട്ടൊരു പെണ്ണിനെ, ഒരു സഹോദരിയെ ദൈവം രക്ഷിച്ചിട്ടുണ്ടല്ലേ, ഇത് സഹോദരങ്ങളെ ചതിക്കുകയാണ് ചെയ്യണത്. സഹോദരനെ കൊടുക്കാതിരിക്കാൻ വേണ്ടി ഉടായ്പകളെ കണ്ടുപിടിച്ചിട്ട് ന്യൂട്രായിട്ട് അപ്പനും അമ്മയും, ബുദ്ധിയില്ലാത്ത അപ്പനും അമ്മയും അകപ്പെടുത്തിയിട്ട് ഇവൻ വസ്തു സ്വന്തമാക്കുന്ന ഒരു രംഗമാണ് കാണുന്നത്. ഇപ്പം നിങ്ങൾക്ക് ചിന്തിക്കേണ്ട വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ, എന്തിനാണ് ഇളയ മകനോ മൂത്ത മകനോ ഇത്രയും ഈ വസ്തുവിൻ്റെ മേൽ ഇത്രയും വലിയ ഹ്യൂജ് ലോൺ എടുക്കണത്? എന്തിനാണ്? അവന് കല്യാണം കഴിക്കാനാണ്, വേറെ ഉദ്ദേശമൊന്നുമില്ല. 3 നിലയ്ക്കാണ് വെച്ചിരിക്കണത്. ഇപ്പം നമ്മുടെ അംബാനിയുടെയൊക്കെ വീട് പോലെ ചില വീടുകളിലൊക്കെ ഹെലികോപ്റ്റർ ഇറങ്ങാൻ പറ്റുന്ന രീതിയിൽ ചെയ്തിരിക്കണത്. എങ്ങനെ ഇവിടുന്ന് പോകുമല്ല. അപ്പോൾ ഇവിടെ വിമാനത്താവളം നെടുമ്പാശ്ശേരി ഇറങ്ങുന്നതിന് പകരം ഞങ്ങളുടെ വീടിൻ്റെ മുകളിൽ തന്നെ വന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞാൽ പല ആൾക്കാരും വീട് വെച്ചിരിക്കുന്നത്. അത്രയും കരുതിക്കൂട്ടി അധമ വികാരം തന്നെ വരെ കണ്ടില്ലേ? റോമ 10:9 ചില വീടിൻ്റെ മുകളിൽ സ്വിമ്മിംഗ് പൂളായിരിക്കണത്. ഇതാര് വെപ്പിച്ചതാ? ആ മൂത്ത മകനോ ഇളയ മകനോ? എന്താ അവൻ്റെ പ്രശ്നം? കല്യാണം കഴിക്കണം. അപ്പോൾ ഈ സ്വിമ്മിംഗ് പൂളുള്ള വീട് കാണിച്ചിട്ട് കല്യാണം കഴിക്കാൻ പോണ പെണ്ണെടുക്കുന്ന സ്ത്രീധനം അടിക്കാൻ വേണ്ടി ചെയ്ത പരിപാടിയാണിത്. അതാണ് വിഷയം. അതുകൊണ്ട് അതായത് ഇങ്ങനെയുള്ള ലോകാരൂപികളിലാണ് ഈ ഉദ്ദേശമെങ്കിൽ ഈ വെള്ളം വാങ്ങി വെക്കേണ്ടി വരും. കാര്യം ഈശോ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വാട്ട് സ്പിരിറ്റ് ലീഡ്സ് യു? കഴിഞ്ഞ ആഴ്ച കണ്ടതാണ്. എന്താണ്? എന്തരൂപിയാണ് നിങ്ങളെ നയിക്കുന്നത്? കണ്ടവൻ്റെ പെമ്മക്കളുടെ സ്ത്രീധന പെമ്മക്കളുടെ വീട്ടിൽ നിന്ന് കോടിക്കണക്കിന് സ്ത്രീധനം അടിക്കാൻ വേണ്ടി നീ നിൻ്റെ വീട് സ്വന്തം പേര് എഴുതി മേടിച്ചിട്ട് വലിയ പലിശക്ക് ലോൺ എടുത്തു കഴിഞ്ഞാൽ ഒന്നുറങ്ങിയാൽ നേരം വിളിക്കത്തില്ല. അതാണ് പ്രശ്നം. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് വചനം പറയണത്, എന്താണ്? ദൈവത്തെയും മറന്ന് ഒന്നും ചെയ്യരുത്. അങ്ങനെ പാട്ടില്ലേ? ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ദൈവത്തെ മറന്ന് കുഞ്ഞെ ജീവിക്കരുത്. വിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഈശോ 1 ലൂക്ക 9:54 പറയുന്ന പോലെ അരൂപി ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നില്ലെങ്കിൽ പിന്നെ അത് അസാധുവായി പോകത്തില്ല. മറിച്ച് എന്താണ്? അത് ദുഷ്ടാരൂപിയാൽ നയിക്കപ്പെടും. അപ്പോൾ എന്നാ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വല്ലാത്ത ജപ്തിയും വല്ലാത്ത കടങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ജപ്തിക്കാരും അങ്ങനെയാണെന്ന് ഞാൻ പറയണില്ല. ചില ജപ്തിക്കാരെങ്കിലും അവരുടെ കുഴികൾ അവർക്ക് വേണ്ടി കുഴിച്ചിരിക്കുന്നതാണ്. അതുകൊണ്ട് ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മാവാൽ നയിക്കപ്പെടാൻ, ലോകാരൂപിയാൽ നയിക്കപ്പെടാതിരിക്കാൻ ഞങ്ങളെ പ്രത്യേകം പരിപാലിക്കണമേ. നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? മരിയൻ കവനൻറ്റ് പവേർഡ് ബൈ മരിയൻ സ്പിരിച്വാലിറ്റി. അതാണ് സബ്ജക്റ്റ്. മരിയൻ കവനൻറ്റ് ഫയറാകണത്, മരിയൻ ഉടമ്പടി ഫയറാകുന്നത് മരിയൻ സ്പിരിച്വാലിറ്റി അനുസരിച്ചാണ്. മരിയൻ സ്പിരിച്വാലിറ്റി ഒന്നാമത്തത് എന്താണ്? ലൂക്ക 1:46. എന്താണ് ലൂക്ക 1:44 പറയണത്? എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. അതാ പ്രശ്നം. ആദ്യമായിട്ട് നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ചെയ്യേണ്ടത് എന്താണ്? കർത്താവിനെ മഹത്വപ്പെടുത്താമെന്ന് തീരുമാനിക്കുക. മനസ്സിലായില്ലേ? മഹത്വത്തിന് സമയം വരുമ്പോൾ ഓടിക്കളയരുത്. എങ്ങനെ ഓടിയാലും തിരിച്ചു വരേണ്ടി വരും. അതാണ് കാര്യം. ദൈവത്തിനല്ലേ പറ്റിച്ചിരിക്കണേ. അപ്പോൾ ആദ്യമേ തന്നെ സാക്ഷ്യം പറഞ്ഞോളാമെന്ന് പറയുക. മരിയൻ ഉടമ്പടി ഫയറാകണത് അങ്ങനെയാണ്. മരിയൻ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ പറയുക, ഈശോ ഞാൻ എത്രയും വേഗം സാക്ഷ്യം പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊള്ളാം. എവിടെയെല്ലാം ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. അതായത് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഇപ്പോൾ സിന്ധുമോൾ ജോർജിൻ്റെ സാക്ഷ്യമാണ്. ഹെഡ് നേഴ്സാണ്, സീനിയർ നേഴ്സാണ്. അപ്പോൾ സിന്ധുമോൾ ജോർജിൻ്റെ സാക്ഷ്യം എന്ന് പറയണത്, അവർ ഇത്തിരി സീനിയർ ആയതിന് അവർക്ക് വിദേശ ജോലി കിട്ടണില്ല. അതിൻ്റെ സാക്ഷ്യങ്ങൾ. പിന്നെ കുറേ പ്രശ്നങ്ങളുണ്ട്. അവരെന്നാ ചെയ്തിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഓൾഡ് ഏജ് ഹോംസ് എല്ലാം സന്ദർശിക്കുമ്പോൾ അവർക്ക് അവിടെ കൂടി ഇരുന്ന് സംസാരിക്കുകയും അവരെ കുളിപ്പിക്കേണ്ടവരെ കുളിപ്പിക്കുകയും അവിടെ വസ്ത്രം കഴുകി കൊടുക്കുകയും ഒക്കെ. ഇപ്പോൾ ഈ ഉടമ്പടി വന്നതോടുകൂടി ലോകം മുഴുവനും മാറുകയാണ്. ശരിക്കും സത്യസന്ധമായിട്ട് ഉടമ്പടി എടുത്തവർ. അതുകൊണ്ടാണ് ഈ ഉടമ്പടിയിൽ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ പരീക്ഷക്കാർ വരുമ്പോൾ ഞാൻ ചോദിക്കും, ആരാണ് ഉടമ്പടി എടുത്തത്? അമ്മയാണെന്ന് പറയും. ഞാൻ പറഞ്ഞ അമ്മ ചെയ്തിരിക്കുന്ന മുഴുവൻ കാര്യങ്ങൾ നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യണം. അപ്പം നിങ്ങൾ വിചാരിക്കണ സംഭവമല്ല ഉടമ്പടി. കാര്യം നമുക്ക് ദൈവം തന്നിരിക്കുന്നത് ഉടമ്പടിയാണ്. അതാണ് ദൈവം ഹോണർ ചെയ്തിരിക്കുന്നത്. ചുമ്മാ ഉടമ്പടി സത്യസന്ധമായിട്ട് എടുത്ത് ആദ്യം തന്നെ മരിയൻ കൃപയിലേക്ക് വന്നില്ലേ? ഇപ്പോൾ മരിയൻ കൃപയുടെ എന്താണ് ഉടമ്പടി ഫയറാകുന്ന രണ്ടാമത്തെ പൊസിഷൻ എന്താണ്? എൻ്റെ അന്തരംഗം രക്ഷകനായ ദൈവത്തിൽ ആനന്ദം കൊള്ളുന്നു. അപ്പോൾ ആനന്ദം എന്ന് പറയണത് ജോലി കിട്ടുന്നതിലല്ല ഇരിക്കണത്, IELTS പാസ്സാകുന്നതിലല്ല ഇരിക്കണത്. പറഞ്ഞ മനസ്സിലായില്ലേ? ആനന്ദം ഇരിക്കണം. ഉടമ്പടിയുടെ ആനന്ദം, ആത്മാവിൻ്റെ ആനന്ദം ഇരിക്കണത് IELTS പാസ്സാകുന്നതിലും ജോലി കിട്ടുന്നതിലും വസ്തു വിൽക്കുന്നതിനുമല്ല. അതിന് സന്തോഷമാണ്. ആനന്ദം എന്ന് പറയുന്നത് ആത്മീയമാണ്. അതിൻ്റെ തന്നെ രക്ഷകനായ ദൈവത്തിലാണ്. അതായത് കർത്താവിന് വേണ്ടി ജോലി ചെയ്യാൻ ഒരു അവസരം കിട്ടിയതിൽ സന്തോഷിക്കും. കർത്താവിന് വേണ്ടി ജോലി ചെയ്യാനുള്ള അവസരം എന്ന് പറയുന്നത് ജോലി ചെയ്യാൻ വേണ്ടി മാത്രമുള്ള അവസരമല്ല,
ക്ലേശങ്ങൾ ഏറ്റെടുക്കാനുള്ള അവസരം കൂടിയാണ്. അതാണ് സന്തോഷത്തിൻ്റെ, ആധ്യാത്മിക സന്തോഷത്തിൻ്റെ അടിസ്ഥാനം. നടപടി 5:41. ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന ആരാധന. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 5:41. അപ്പോസ്തല പ്രവർത്തനം 5:41. അവരാകട്ടെ അവരാകട്ടെ യേശുവിന്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് സംഘത്തിന്റെ മുമ്പിൽ നിന്ന് പുറത്തുപോയി. അപ്പോസ്തലന്മാർ യേശുവിനെ പ്രഘോഷിച്ചപ്പോൾ അടി കിട്ടിയപ്പോൾ ഉണ്ടായ വചനമാണിത്. എന്താണ്? അവർക്ക് സന്തോഷം ഉണ്ടായത്, അല്ല സങ്കടവും അപമാനവും എന്നല്ല ഉണ്ടായത്. ഇപ്പോൾ യേശുക്രിസ്തുവിനെ പ്രതി ഇപ്പോൾ പത്രം കൊടുക്കുമ്പോഴായാലും ശരി, ഇപ്പോൾ ഈ സിന്ധുമോൾ എന്താ ചെയ്തിരിക്കണത്? അവർ എല്ലാ അതിരാലയങ്ങളും അവരുടെ ഉടുപ്പലക്കുകയും ഭക്ഷണം കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ചിലർക്ക് വാരി കൊടുക്കും കൊണ്ടുവന്ന. അപ്പോൾ എന്താ ചെയ്യുമ്പോൾ അവർ ഭയങ്കര പ്രായമുള്ള 90, 50, 80 വയസ്സുള്ളവർ വന്നിട്ട് ഈ നേഴ്സിന് പറയും, എൻ്റെ നഖം ഒന്ന് വെട്ടി തരുമോയെന്ന് ചോദിക്കും. അപ്പോൾ നഖത്തിലൊക്കെ മുഴുവൻ അഴുക്കൊക്കെ കയറിയിരിക്കുകയല്ലേ. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ചിലർക്ക് അറപ്പായിരിക്കും. പക്ഷേ അത് വെട്ടിക്കൊടുത്തപ്പോൾ ഒരു സന്തോഷം. അതെന്ത് സന്തോഷമാണ്? ആത്മസന്തോഷമാണ്. രക്ഷകനായ ദൈവത്തിൻ്റെ ആനന്ദമാണത്. ഒരു 10 അമ്മച്ചിമാരുടെ നഖം വെട്ടിക്കൊടുത്തപ്പോൾ ആത്മാവിലൊരു സന്തോഷം. ആ സന്തോഷമാണ് ഈ മരിയ സന്തോഷം എന്ന് പറയുന്നത്. അതാണ് ലൂക്ക 1:46 പറയണത്. എൻ്റെ അന്തരംഗം പറഞ്ഞേ, എൻ്റെ അന്തരംഗം രക്ഷകനായ ദൈവത്തിൽ ആനന്ദം കൊള്ളുന്നു. ഇതാണ് മരിയ സ്പിരിച്വാലിറ്റി. ഇതിലാണ് ഉടമ്പടി ഫയർ ആകുന്നത്. അപ്പം നിങ്ങളെപ്പോഴും മനസ്സിലാക്കണം, പ്രവർത്തിച്ചാൽ മാത്രം പോരാ, ആ സ്പിരിറ്റ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പ്രവർത്തിക്കാൻ വേണ്ടി ആർക്കും പ്രവർത്തിക്കാൻ പറ്റും, പക്ഷേ സ്പിരിറ്റ് മരിയ സ്പിരിറ്റ് ആയിരിക്കണം. മരിയ സ്പിരിറ്റ് എന്ന് പറയുന്നത് എന്താണ്? രക്ഷകനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത്. എൻ്റെ അമ്മയുടെ സന്തോഷം എന്താണ്? എൻ്റെ അന്തരംഗം രക്ഷകനായ ദൈവത്തിൽ. രക്ഷകനായ ദൈവം ആരാണ്? ഈശോയാണ്. ഈശോയിലാണ് ആനന്ദിക്കുന്നത്. അപ്പോൾ ഓരോ ക്ലേശം അനുഭവിക്കുമ്പോഴും അതിനുവേണ്ടി നിങ്ങളുടെ ഉപവി പ്രവർത്തനങ്ങളും അതുപോലെ രോഗീ പരിചരണങ്ങളിലും അതുപോലെ നിങ്ങൾ ക്ലേശം അനുഭവിക്കുമ്പോഴും ആത്മാവിൽ ആനന്ദം അനുഭവിച്ചാൽ നിങ്ങൾ ആത്മാവിൻ്റെ ഫലങ്ങളിലാണ് കൈയിട്ടിച്ച് കർത്താവിനെ സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് മുന്നേറുവാൻ, ഉടമ്പടി നിബന്ധനകള് വിശ്വസ്താപൂർവ്വം പാലിച്ച് ദൈവസ്നേഹത്തോടെ മുന്നേറുവാൻ. ലൂക്ക 1:48. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. അപ്പോൾ അനുഗ്രഹം അല്ലെങ്കിൽ ഭാഗ്യം, ബൈബിളിലെ അനുഗ്രഹത്തിന് ഭാഗ്യമെന്നും ഭാഗ്യത്തിന് അനുഗ്രഹമെന്നും പറയും. ഈ അനുഗ്രഹം വരുന്ന വഴികൾ എന്താണ്? അത് മരിയൻ വഴികളാണ് ശരിക്കും. ആ മരിയൻ വഴികൾ എന്താണ്? ലൂക്ക 1:47 വായിച്ചേ. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു എന്ന് പറഞ്ഞു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ദൈവം പ്രസാദകരമായിട്ട് കടാക്ഷിക്കണത് എങ്ങനെയാണ്? എന്താണത്? താഴ്മയാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ചോദിക്കണത്, നിങ്ങൾക്ക് ആസ്തിയുണ്ടോ എന്ന് ചോദിക്കണത്. അല്ലേ? ലൂക്കാന്റെ സുവിശേഷം 14:29 എടുത്ത് ശ്രുതികട്ടെ. ലൂക്ക 14:28-29. ഗോപുരം പണിയാൻ ഇച്ഛിക്കുമ്പോൾ അത് പൂർത്തിയാക്കാൻ വേണ്ട വക തനിക്കുണ്ടോ എന്ന് അതിന്റെ ചെലവ് ആദ്യമേ തന്നെ കണക്കുകൂട്ടി നോക്കാത്തവൻ നിങ്ങളിൽ ആരുണ്ട്? അതാണ് വിഷയം. അതായത് ഗോപുരം പണിയാൻ ഉദ്ദേശിക്കുമ്പോൾ ഈശോ എന്താ പറഞ്ഞത്? അതിൻ്റെ അടങ്കലം സം ടോട്ടല് എത്ര വരും, അതിനുള്ള ആസ്തി തനിക്കുണ്ടോ എന്ന് ആദ്യമേ തന്നെ നമ്മൾ കൂട്ടി നോക്കണം. ഇപ്പം നിങ്ങൾ ഉടമ്പടി എടുക്കുന്നു, ഉടമ്പടി പൂർത്തിയാക്കാനുള്ള ആസ്തി ഉണ്ടോ എന്ന് ആദ്യം നോക്കണം. അല്ല ഭാര്യയെ കൊണ്ട് എടുപ്പിച്ചോളാം, തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കാം, കുരങ്ങനെ കൊണ്ട് ചൂട് പായസം വായിക്കാമെന്ന് പറഞ്ഞ് ആരും മസിൽ പിടിച്ച് കൈയും കെട്ട് നിന്ന സാധനം വർക്കൗട്ട് ചെയ്യത്തില്ല. അത് ഭയങ്കര സീരിയസ് പറയുകയാണ്. നിങ്ങളിങ്ങനെ എല്ലാം മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുന്ന ആൾക്കാരുണ്ടല്ലോ കുടുംബത്തിൽ, ഉടുപ്പ് അലക്കണതും തേപ്പിക്കണതും ഒക്കെ എല്ലാം ഓരോരുത്തരെ കൊണ്ട് ചെയ്യിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അവരവർക്ക് നിങ്ങൾ ഉടമ്പടിയും ചെയ്യിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കെട്ടിയ കൈ ഇങ്ങനെ തന്നെ ഇരിക്കുകയുള്ളൂ, പിന്നെ കൈ പൊങ്ങത്തില്ല. കാര്യം എന്താ? ദൈവത്തിനിട്ട് നിങ്ങൾ പണി കൊടുക്കണമെന്ന് നിങ്ങളെങ്കിലും തിരിച്ചറിയണം. അതുകൊണ്ട് ആസ്തി ഉണ്ടോ എന്ന് നോക്കണം. നിങ്ങൾക്കതിൻ്റെ അകത്ത് കക്ഷിയാണോ എന്ന് നോക്കണം. ആദ്യം നിങ്ങളുടെ കാര്യമാണ്, നിങ്ങളുടെ ജോലിയുണ്ടോ, നിങ്ങളുടെ വിവാഹമുണ്ടോ, നിങ്ങളുടെ പരീക്ഷ ഉണ്ടോ, അതിൻ്റെ അകത്ത് ഈ ഉടമ്പടി ഉണ്ടെങ്കിൽ എൻ്റെ മകനെ എൻ്റെ മകളെ നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ആയിരിക്കണം. അല്ലാതെ അമ്മയെക്കൊണ്ട് ഉടമ്പടി ഒപ്പിച്ചിട്ട് ഐഡസ് പാസ്സാക്കാമെന്ന് വിചാരിക്കരുത്. വർക്കൗട്ട് ചെയ്യത്തില്ല. വർക്കൗട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ചെയ്യുമായിരിക്കും, അതല്ല പ്രശ്നം. നിങ്ങൾക്കറിയാമല്ലോ
വർക്കൗട്ട് ജയിച്ചോ തോറ്റോ, ജോലി കിട്ടിയോ ഇല്ലയോ, ഇതൊന്നും ബൈബിളിൽ പ്രസക്തമുള്ള കാര്യമല്ല. ജയിച്ചോ തോറ്റോ, അതെങ്കിൽ ഇപ്പം കാര്യം തോറ്റവനെയും ദൈവം ഇവിടെ ജീവിപ്പിക്കണില്ലേ? അങ്ങനെ ദൈവം അപ്പം ജയിച്ചോ തോറ്റോ, കിട്ടിയോ ഇല്ലയോ, ഇതൊന്നും ബൈബിളിൽ വിഷയമല്ല. എന്താ വിഷയമെന്ന് ബൈബിൾ എന്ന് വെച്ചാൽ, നിങ്ങളെ എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ച് കളയുന്ന അനുഭവിക്കാനുള്ള യോഗ്യതയാണ് പ്രശ്നം. IELTS പാസ്സായി, നിങ്ങൾക്ക് കാണ്ടാമൃഗത്തിൻ്റെ കല്യാണം കഴിക്കണമെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമായില്ലേ? അതാണ് പ്രശ്നം. നിങ്ങൾക്ക് കാനഡയിലോ ഇംഗ്ലണ്ടിലോ എവിടെയും ജോലി കിട്ടിയോ, അതിന് പറ്റിയ സാധനമാണ്. നിങ്ങളെപ്പോലെ ഇരയെ തിരക്കി നടക്കിയിരുന്ന ഒരു നേഴ്സിനെ കല്യാണം കഴിച്ചിട്ട് വെള്ളമടിച്ച് വിലസാമിന് നടക്കുന്ന ആണുങ്ങളില്ലേ? ഒരു നേഴ്സിനെ കല്യാണം കഴിച്ചിട്ട് അവളുടെ ചിലവ് ജീവിതകാലം മുഴുവൻ ജീവിച്ചോളാം എന്ന് പറഞ്ഞ് വെള്ളമടിച്ച് നടക്കുന്ന ആൾക്കാരില്ലേ? തിരക്കിടപ്പുണ്ട്. എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ടുണ്ട് ആൾക്കാർ, നേഴ്സുമാർ വല്ല അച്ഛൻ്റെ ഭാഗത്തുണ്ടാകുന്നു, എനിക്കറിയാം ഇവൻ ലോകം വെള്ളമടിക്കാരനാണെന്ന്. അപ്പം ഞാൻ എന്താ, അറബ് മൃഗത്തെ തിരക്കി നടക്കുന്ന ആൾക്കാരുണ്ട്, കൊണ്ടുവന്ന് അവിടെ ഇറച്ചിപ്പര കെട്ടാൻ വേണ്ടി. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരുള്ള സ്ഥലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഒന്ന് IELTS പാസ്സായ ദൈവത്തെ പറ്റിച്ചെന്ന് വിചാരിച്ചുകൊണ്ട് നിത്യമായിട്ട് പറ്റിച്ചെന്ന് വിചാരിക്കരുത്. കാര്യം ഇതിൻ്റെ അവസാനമാണ് പ്രശ്നം. എൻ്റെ പറ്റി പാർട്ട് 14 കഥ ട്രാജഡി ആവും. ഇപ്പം കോമഡിയായിട്ട് ചിരിച്ചോണ്ടിരിക്കണേ. പല ആൾക്കാരും 7 റീൽസൊക്കെ ഓടുമ്പോൾ ചിരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് റീൽസ് 14 ഓടണ്ടേ? 70ാമത്തെ വയസ്സ് വരെ ജീവിക്കുമ്പോഴാണ് ഈ പ്രശ്നം പറയണത്. അതുകൊണ്ട് ആദ്യമേ ദൈവത്തെ പറ്റിപ്പ് നിർത്തുക. ആദ്യമേ തന്നെ ദൈവത്തിന് കൊടുക്കാനുള്ള കൊടുക്കുക. അത് മെയിനായിട്ടുള്ള കാര്യങ്ങളാണ്. കർത്താവ് നേരത്തെ വന്നപ്പോൾ പറഞ്ഞതാണ്. എന്താ പറഞ്ഞത്? സീസണ് കൊടുക്കാനുള്ള സീസൺ കൊടുക്കുക, ദൈവത്തിന് കൊടുക്കാനുള്ള ദൈവത്തിന് കൊടുക്കുക. അത് മഹത്വമാണ്. ദൈവത്തിന് മഹത്വം കൊടുക്കണം. അപ്പം നമ്മൾ സാക്ഷ്യം പറയാതിരിക്കരുത്. തന്നെയല്ല, അമ്മയെ കൊണ്ട്, അപ്പനെ കൊണ്ട്, ഭർത്താവിനെ കൊണ്ട്, മക്കളെ കൊണ്ടൊക്കെ നിങ്ങൾ ഉടമ്പടി എടുത്തിട്ട് അതിൻ്റെ ആസ്തി നിങ്ങളെ വകമാറ്റാവുന്നൊന്നും വിചാരിക്കരുത്. നിങ്ങളുടെ കാര്യം അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യത്തിൻ്റെ ദൈവത്തിൻ്റെ മുമ്പിലാണ് സാക്ഷ്യം എടുക്കാൻ പോണത്, ഉടമ്പടി എടുക്കാൻ പോണത്. അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആകണം. നിങ്ങളത് വിശ്വസിക്കണം, നിങ്ങളെ നടപ്പിൽ വരുത്തണം. മനുഷ്യന് ആദ്യം മുതൽ ഉണ്ടായിരുന്ന ശത്രു ആരാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹവ്വായ്ക്കുണ്ടായി, ആദത്തിനുണ്ടായ മനുഷ്യൻ്റെ നേച്ചറിലുള്ള സംഭവം എന്താണ്? അഹങ്കാരമാണ് ആദ്യം ഉണ്ടായിരുന്നത്, അല്ലേ? അത് തന്നെയാണ് ബാബേൽ ഗോപുരം പണിതപ്പോഴും അവർക്ക് ഉണ്ടായിരുന്നത് എന്താണ്? നമ്മുടെ നേച്ചറിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇതിനെ ടോർപ്പഡോ ചെയ്തുകൊണ്ടാണ് ഉടമ്പടിയിൽ ഓരോ അഭ്യാസങ്ങൾ വരുന്നത്. അതിലൊന്നാണ് കർത്താവിനെ അറിയാത്ത അറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്താനും പത്രം കൊണ്ടുനടന്ന് കൊടുക്കുക. പള്ളി വെച്ചിട്ട് ഓടാൻ പറ്റത്തില്ല, പെങ്ങളെ കൊണ്ടും അമ്മയെ കൊണ്ടും കുടിപ്പിക്കാൻ പറ്റത്തില്ല. ആരാണ് ഉടമ്പടി എടുത്ത് അവൻ തന്നെ കൊടുക്കണം. കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നിങ്ങൾ ആൾക്കാരെ വാടകയ്ക്ക് എടുത്ത് ഉടമ്പടി എടുക്കുന്നത്. ദൈവത്തിന് അറിയാം, ഓർഡർ തമ്മവ ആളറിയും. ദൈവത്തിന് അറിയാമല്ല, നിങ്ങൾക്കത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഭാര്യയെ കൊണ്ടോ പെങ്ങളെ കൊണ്ടോ അമ്മയെ കൊണ്ടോ ഉടമ്പടി എടുപ്പിക്കുന്നത്.